ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ ഹൽവ. അതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പൈനാപ്പിളാണ്, 1 കപ്പ് കോൺഫ്ലോർ, 2 കപ്പ് പഞ്ചസാര, കുറച്ച് നെയ്യ്, ഏലക്കാപ്പൊടി, ബദാം, പിസ്ത, കാഷ്യൂനട്ട്. ഇത് മൂന്നും ഞാൻ അതിന് ചേർക്കാൻ എടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഫുഡ് കളർ, വെള്ളം. ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്ക് ഓരോന്ന് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. വെള്ളം ചേർത്ത് ജാറിലേക്ക് പൈനാപ്പിൾ ഇടാം. 1/2 കപ്പ് വെള്ളം മിക്സിയിൽ അടിച്ചെടുത്ത് അരിച്ചെടുക്കാം. ഇനി ഇത് അരിച്ചൊഴിക്കാം. ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇതിനകത്ത് നടന്നു കുറച്ച് ജ്യൂസേ എടുത്തിട്ടുള്ളൂ, എന്നാൽ തന്നെ ഇത്രയും വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത്രയാണ് ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. ഒരല്പം പോലും തരിയൊന്നുമില്ല. ഇനിയിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. 2 കപ്പ് പഞ്ചസാരയാണ്, 1 കപ്പ് വെള്ളം. ജസ്റ്റ് ഒന്ന് അലിഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ജ്യൂസ്, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇനി ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞെടുക്കാം. പെട്ടെന്ന് അത് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ കട്ട പിടിക്കും. ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൽ അല്പം ഫുഡ് കളർ ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ്, കട്ടിയായിട്ടിരുന്നത് കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഇട്ടത്. അലിഞ്ഞ് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കാണും. കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും, നേരത്തെ എടുത്ത് വെച്ചിരുന്ന നട്ട്സ്, ഇങ്ങനെ മുറിഞ്ഞ് വീഴും.
ഇതാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നെയ്യ് തടവി നട്ട്സ് എല്ലാം നിരത്തിയ ട്രെയിലേക്ക് ഒഴിക്കാം. കുറച്ച് നട്ട്സും കൂടെ അതിൻ്റെ മുകളിൽ തരാം. നമ്മുടെ ഹൽവ നമുക്കിനി കട്ട് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഹലുവ കട്ട് ചെയ്തെടുത്താണ്. നല്ല സോഫ്റ്റായിട്ടുണ്ട്, പഞ്ഞി പോലെ ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ പഴയ വീഡിയോസും കാണണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.